പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു നാടൻ കറി ഉണ്ടാക്കിയാലോ. ഉണക്ക ചെമ്മീൻ പൊടിയും വെള്ളരിയും ചക്കക്കുരുവും കൂടെ നല്ല അടിച്ചുപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാം. ചക്കക്കുരു വെള്ളരിയും കൂടെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ പൊടിയാണേ, ഉണക്ക ചെമ്മീൻ പൊടിയില്ലേ, അതാണ്. ഇതൊരു നാടൻ കറിയാണേ. ഈ ചക്കക്കുരുവിൻ്റെയും വെള്ളരീൻ്റെ കൂട്ടത്തിൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതിടാം, മാങ്ങ ചേർക്കാം. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സൂപ്പർ കറിയാണ്. മുരിങ്ങക്കായ്ക്ക് പൊന്നിൻ്റെ വിലയായതുകൊണ്ട് മുരിങ്ങക്കായ ചേർക്കുന്നില്ല കേട്ടോ. മാങ്ങ മകനിഷ്ടവുമല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ വെള്ളരിയും ചക്കക്കുരുവും കൂടെ നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിന് മാങ്ങയ്ക്ക് പകരം ഞാനൊരു തക്കാളിയാണ് ഇടുന്നത്. ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീൻ പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വേവിച്ച കഷ്ണങ്ങൾ ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ. തക്കാളിയും ചക്കക്കുരും വെള്ളരിയും കൂടെ ഇനി ഇതൊന്ന് ഉടയ്ക്കാം. കഴുകി വെച്ച ചെമ്മീന് ഊറ്റി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. മോളിന്ന് ഊറ്റിയെടുക്കണം, അടിയിൽ മണ്ണുണ്ടാവും. ചെമ്മീൻ പൊടി ചേർക്കാം. ഇതുണ്ടോ അടിയിൽ മണ്ണ്, പൂഴി. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ, ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം. ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. തേങ്ങ, ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണേ, അതും കൂടെ ചേർക്കാം. പാകത്തിന് വെള്ളം ഒഴിക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഉപ്പുമുളകൊക്കെ പാകത്തിനുണ്ട്. തിള വരുന്നുണ്ട്. ചെറുതായിട്ട് തിള വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. 2 കറിവേപ്പില ഇടാം. ഇതിലേക്ക് വറവിടാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുകിടാം. ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കടുക് പൊട്ടിയിട്ട് അതിലേക്ക് ചേർക്കാം. ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഈ വറവ് നമ്മളിനി കറിയിലേക്ക് ഒഴിക്കാം.
ഈ വറവും കൂടെ ചേരുമ്പം നമ്മുടെ കറി അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഉണക്കച്ചെമ്മീൻ പൊടിയും ചക്കക്കുരുവും വെള്ളരിയും കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.